കേരളത്തിൽ BJP വലിയൊരു മുന്നേറ്റം കുറിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടതാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നുണ്ട്, ഇനിയും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയല്ല, നമ്മൾ സീറ്റ് നേടുക എന്ന്. അമിത്ഷാ കേരളത്തിൽ വന്ന് പറയുന്നുണ്ട് കേരളം പിടിച്ചെടുക്കും എന്ന്. അതൊക്കെ വെറും വാക്കല്ല, അതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു വേള അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. BJP വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു കണ്ണി കൂടിയാണ് ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ. എങ്ങനെയാണ് പാർട്ടിയുടെ പുതിയ നീക്കമൊക്കെ? സാറ് പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള പോയിന്റ്. കാരണം കേരളം ഒരു കുതിപ്പിലാണ് BJPയുടെ വളർച്ച. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെല്ലാം നമ്മളത് പല സ്ഥലത്തും രണ്ടാം സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞു. അത് കേരളം, കാരണം നമ്മുടെ ഒരു പുതിയ പ്രസിഡന്റിനെ എല്ലാവരും നമ്മുടെ പ്രതീക്ഷ എന്തായാലും ഒരു മാറ്റം വരുമ്പോൾ നമ്മളൊന്നുകൂടി മുമ്പുണ്ടായിരുന്ന പ്രതീക്ഷയെക്കാൾ നമ്മൾ ഒരു പടി കൂടി മേലെ വയ്ക്കും. അപ്പം ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ട്. കാരണം വേറൊന്നുമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, വികസിത കേരളം കാണാറില്ലേ എല്ലാ സ്ഥലത്തും അതിൻ്റെ പോസ്റ്ററുകൾ, വികസിത കേരളം, അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ. ആ വികസിത കേരളത്തിനോടൊപ്പം ഒരു വികസിത അനന്തപുരി. അതിന് അനന്തപുരി വികസിക്കണമെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ തന്നെ എത്തണം, കോർപ്പറേഷൻ്റെ ഭരണം. കാരണം 2015 മുതൽ സാറിന് അറിയാം, ഈ അന്ന് മുതൽ ഏറ്റവും ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ് കൗൺസിലിൽ, കോർപ്പറേഷനിൽ. അപ്പോൾ അന്ന് മുതലുള്ള ഇത്രയും നാളില്ലാത്ത രീതിയിലാണ് BJP കൗൺസിലർമാർ ഓരോ അഴിമതികളും പുറത്തു കൊണ്ടുവന്നിരുന്നതും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നതും. ഇപ്പോഴും ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിലാണ് കുറച്ചൊരു മന്ദത വന്നത്, സാറിനറിയാമല്ലോ ആ ഒരു ഇതിൻ്റെ പേരിൽ. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് 2-3 നമ്മളെ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ 2015 മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ കോർപ്പറേഷനിൽ ഇത്രയും ശക്തമായൊരു പ്രതിപക്ഷം നേരത്തെ ഇല്ലായിരുന്നു. ഇത്രയും ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണുകയും അതിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിച്ച് അതിൻ്റെ ഗുരുതരാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും BJPയിലെ ചില കൗൺസിലർമാർ വ്യക്തമായിട്ടുള്ള തെളിവുകളോടുകൂടിയാണ് അവരെല്ലാം പുറത്തു കൊണ്ടുവന്നിരുന്നത്. വെറുതെ പറഞ്ഞിട്ട് പോവുകയല്ലായിരുന്നു. കാരണം ഇപ്പം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ പ്രധാനമന്ത്രിയുടെ ഓരോ പദ്ധതികളാണ് കൂടുതലും നിലവിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അതിന് വേറെ പേര് മാറ്റി നിസ്സാരം നമ്മൾ ഈ അമൃത് പദ്ധതി, ഈ കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ, കുടിവെള്ള പദ്ധതി എന്ന് 2 ഘട്ടമാണത്. 2ആയിട്ടാണ്, അമൃത് 1, അമൃത് 2 ആണ്. അമൃത് 1 എന്ന് പറയുന്നത് ഈ കുഴൽ ക്ലീൻ ചെയ്യൽ, ഇത് വെള്ളം സുഗമമായിട്ട് ഒഴുകാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ഉള്ളവരാണ് അമൃത് 1 എന്ന് പറയുന്നത്. 2 ആണ് ഈ കുടിവെള്ള പദ്ധതിയിൽ വരുന്നത്. ഇന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ അതുപോലെ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് 715 കോടി മറ്റുമാണ് അത് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എത്രയായി അതിനുള്ള കണക്ക് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ അത് 150ഓളം ഇലക്ട്രിക് ബസ്സുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടും. കാരണം പല സ്ഥലത്തൊക്കെ എനിക്ക് സാർ കണ്ടിട്ടുണ്ടാകും വർക്കുകളൊക്കെ, നമ്മുടെ പോസ്റ്റൊക്കെ എല്ലാം കുറേ ഭാഗങ്ങളിലൊക്കെ വർക്കൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ആവാസ് യോജന പദ്ധതി, പ്രധാനമന്ത്രിയുടെ വീട് വെച്ച് കൊടുക്കുന്ന അത്, കാരണം അത് ഇവിടെ ലൈഫ് മിഷൻ എന്നുള്ള പേരിൽ ഇഷ്ടം പോലെ കുടുംബശ്രീക്ക് എത്ര കോടി രൂപയാണ് കുടുംബശ്രീക്ക് ഇവിടെ എത്തുന്നത്. പക്ഷെ അതൊന്നും ശരിയായിട്ടുള്ള വഴിയിലല്ല അത് ഒന്നും വിനിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഭരണം എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്തുമാത്രം ഒരു വികസനം ഉണ്ടാവും എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം ചിന്തിക്കണമായിരുന്നു. കാരണം എത്രയായാലും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അതേ ആൾക്കാർ തന്നെ നഗരവും ഭരിക്കുമ്പോൾ ആ നഗരത്തിന് എന്തുമാത്രം വികസനം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ. പക്ഷേ ഇനിയെങ്കിലും അത് ജനത്തിൻ്റെ കണ്ണു തുറന്ന് അവരാ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് അനന്തപുരി നിവാസികൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക്
അത് അത്രയും അതിൻ്റേതായിട്ടുള്ള ഒരു മെച്ചം അപ്പോൾ ഈ കുറി കിട്ടും. തിരുവനന്തപുരം BJP നോട്ടമിട്ടിട്ടുള്ളത് തന്നെയാണ്. കാരണം ഏതാണ്ട് അടുത്ത് നിൽക്കുകയാണ്. പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് ഇവിടെ അപ്രസക്തമാവുകയും ചെയ്തു എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷനിൽ ഉയർന്നു വരാൻ അല്പം പ്രയാസമാണ്. അപ്പം ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ സ്പേസ് BJPയിലേക്ക് പോകുന്നു എന്നാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷനിലാണ് ഒരു പ്ലാൻ അദ്ദേഹം ചെയ്യുന്നത്. നല്ല ഒരു ടീമിനെ തന്നെയാണ് എടുത്തിരിക്കുന്നതും. കാരണം ഒരു പാർട്ടിയിൽ തന്നെ നല്ല ഒരു ചേഞ്ച് നമുക്ക് ഇപ്പോൾ കാണാനുണ്ട്. കാരണം പ്രവർത്തനങ്ങൾ മന്ദഗതിയിലല്ല പോകുന്നത്. പ്രവർത്തനങ്ങൾ കുറച്ച് കാര്യക്ഷമമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ചിലപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും ഉള്ള ശ്രമങ്ങളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് നമുക്കത് കാണേണ്ടത്. അത് തിരുവനന്തപുരത്തിന് പല വികസന കാര്യങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നല്ലോ. കാരണം വളരെ പുറകിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെ, അതിൽ പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം വിഴിഞ്ഞം തന്നെ വളരെ വൈകിയാണ് എത്തിയത്. ഇനി അതുപോലെ ഉള്ള വികസന കാര്യങ്ങൾക്ക് തിരുവനന്തപുരം ഉയരേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ അന്ന് ഞങ്ങൾ പ്രയാഗയിലൊക്കെ പോയപ്പോഴും നമ്മൾ UP-യിൽ പല സ്ഥലങ്ങളും കടന്നു പോയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവിടെയെല്ലാം വന്ന് ആ മാറ്റം, ആ ഒരു നഗരത്തിന് അല്ലെങ്കിൽ ഒരു തലസ്ഥാനത്തിനൊക്കെ വന്ന ഒരു മാറ്റങ്ങൾ നമ്മൾ നേരിൽ കണ്ടതാണ്. റോഡ് വികസനമായാലും എന്ത് വികസനമായാലും എന്ത് രീതിയിലുള്ള, ഇന്ന് സാറ് കണ്ടില്ലേ 2 ദിവസത്തെ മഴയിൽ പണ്ട് രാജഭരണകാലത്ത് അവർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തിരുന്ന റോഡുകളും കനാലുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇത്ര വെള്ളക്കെട്ടൊന്നും ഇല്ലായിരുന്നു തിരുവനന്തപുരത്ത്. അതിൻ്റെ പുറത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ അനധികൃതമായിട്ട് പൊങ്ങി വന്നു അല്ലേ. നമ്മൾ കിഴക്കേക്കോട്ടൊക്കെ എടുത്ത് നോക്കിയാൽ അന്ന് ഒരു വെള്ളക്കെട്ടും ഇല്ല. അന്നും ഇതുപോലെ മഴയും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ട്. ഇത്രയും വെള്ളക്കെട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പലരും കയ്യേറി, ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങൾ തന്നെ കയ്യേറി പലതും അശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയിലോട്ട് പോയപ്പോഴാണ് നമ്മളത് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം തമ്പാനൂർ തന്നെ ഒരു അര മണിക്കൂർ മഴ പെയ്താൽ ജനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരിത്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഞങ്ങൾക്ക് റോഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വെറുതെ എന്തോ ഡ്രെയിനേജിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് 10 ദിവസമായി കുഴിച്ചിട്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ പോയി. ഈ മഴയത്തെല്ലാം ശരിക്കും ജനം ബുദ്ധിമുട്ടി. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ഒരു പണിയെടുത്തിട്ട് തീർക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു മാറ്റം ഒരുപക്ഷെ ഇത് BJPയുടെ ഒരു പുതിയ ചുവടുവയ്പ്പായിരിക്കും. തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. പിടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം BJPയുടെ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ശ്രീമതി ജയശ്രീക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ളതാണ് കൃത്യമായിട്ട്. എനിക്ക് ചെയ്യാനതിൽ പറ്റുന്ന, എനിക്ക് ഒരു പാർട്ടി മുഖത്തിനപ്പുറം എനിക്കൊരു സാമൂഹിക ബന്ധങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. കാരണം അതെനിക്ക് ഇലക്ഷൻ സമയത്ത് എനിക്കത് മാക്സിമം ഞാനത് രാജീവ് ചന്ദ്രശേഖർജി നിന്നപ്പോഴും ഞാൻ ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ ഇപ്പോൾ സത്യം തുറന്നു പറയാലോ, എനിക്ക് എവിടെ പോയാലും നമുക്കൊരു വോട്ട് കിട്ടാൻ എന്ത് സാധ്യത. കാരണം ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ചാരിറ്റി ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോയാലോ അത് നമ്മുടെ ഒരു കാരണം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ BJPയുടെ ഒരു കൊടിവെച്ച കാറ് അവിടെ വേറെ കാറ് കോർപ്പറേഷൻ ഓഫീസിൽ കിടക്കണം, അല്ലെങ്കിൽ അങ്ങനെ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നരേന്ദ്രമോദിയെ നേരിട്ട് അടുത്ത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സാർ, ഏറ്റവും വലിയ ഭാഗ്യം. ഞാനങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ തരും, ചില കാര്യങ്ങൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വേഗം കിട്ടും. കാരണം ഞാനപ്പോൾ വൈസ് പ്രസിഡൻ്റായിട്ട് അധികം ദിവസമായിരുന്നില്ല. അപ്പോൾ എൻ്റെ എന്തോ ഭാഗ്യത്തിനാണ് അദ്ദേഹം പെട്ടെന്ന് വന്നത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം ചിലപ്പോൾ അത് 6 മാസം 7 മാസം കഴിഞ്ഞേ ചിലപ്പോൾ സംഭവിക്കുകയുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും വൈകുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ആ പോർട്ട്ഫോളിയോ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് തൊഴാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എൻ്റെ ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നത്. ഓക്കെ, അപ്പോൾ BJP പുതിയ പടവുകൾ കയറിയിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. നമസ്കാരം. നന്ദി സാർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.